ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രഡീഷണൽ എംബ്രോയിഡറി ഏതാണെന്ന് വെച്ചാൽ കസൂത്തി. കൈന്ന് വെച്ചാൽ ഹാൻഡ്, സൂട്ടി എന്ന് വെച്ചാൽ കോട്ടൺ ത്രെഡ്. അപ്പോൾ കൈ വെച്ച് ചെയ്യുന്ന കോട്ടൺ ത്രെഡ് വെച്ച് ചെയ്യുന്ന വർക്ക് എന്നുള്ള രീതിയിലാണ് ഇതിന് കസൂത്തി എന്നുള്ള പേര് വന്നത്. ഇതിങ്ങനെ പണ്ട് മുതലേ ഒരു പേഴ്സണിൽ നിന്ന് വേറെ പേഴ്സണിലേക്ക് അങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ കൈമാറി വന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ള എംബ്രോയിഡറിയാണിത്. ഇത് ഹാൻഡ്ലൂം സാരീസിലും ഇന്ത്യൻ വുമൻസിൻ്റെ ഹാൻഡ്ലൂം സാരീസ് അല്ലെങ്കിൽ കുർത്തീസിലൊക്കെ ഇത് ചെയ്യാം. ഇത് നമുക്ക് എംബ്രോയിഡറി ത്രെഡ് വെച്ച് ചെയ്യാം. കളർ പോവാതിരിക്കാൻ ആങ്കറിൻ്റെ ത്രെഡൊക്കെ യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിടവിട്ടിട്ടുള്ള സ്റ്റിച്ചുകളിലാണ് ഇത് ചെയ്യുക. പിന്നെ അത് തിരിച്ചു വരുമ്പോഴാണ് നമ്മളത് ഫില്ല് ചെയ്തെടുക്കുക. കാരണം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സെയിം ഡിസൈൻ ബാക്കിലും വരണം ഫ്രണ്ടിലും വരണം. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെ ചെയ്തെടുക്കണ്ടേന്ന്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഇടവിട്ടായിട്ടുള്ള ഇതിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. ഇതിപ്പോൾ ഇവിടെ ചെയ്തില്ലേ, ഇനി അടുത്തത് അടിയിലാണ് ഇരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യാം. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്തൊരു സ്റ്റിച്ച് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ തിരിച്ച് ഇത് ഇവിടെ നിന്ന് ഈ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അത് ഫില്ലായിക്കോളും. ഇതിപ്പോൾ ഇവിടെ വിട്ടു. നമുക്ക് അടുത്തേന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് ഡിസൈൻ വരിക. പിന്നെ എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കണ ലീഫൊക്കെ ആദ്യം ചെയ്ത് തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഈ സൈഡിലുള്ള ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഡിസൈൻസൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്ത് തീർക്കാനായിട്ട്. എല്ലാം ഒന്നിടവിട്ടുള്ള സ്റ്റിച്ചുകളിലാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ തിരിച്ച് ഇത് ഇവിടെ നിന്ന് ഈ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അത് ഫില്ലായിക്കോളും. ഇതിപ്പോൾ ഇവിടെ വിട്ടു. നമുക്ക് അടുത്തേന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് ഡിസൈൻ വരിക. പിന്നെ എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കണ ലീഫൊക്കെ ആദ്യം ചെയ്ത് തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഈ സൈഡിലുള്ള ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഡിസൈൻസൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്ത് തീർക്കാനായിട്ട്. എല്ലാം ഒന്നിടവിട്ടുള്ള സ്റ്റിച്ചുകളിലാണ് അത് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ ഡിസൈൻ ഇതിവിടെ ഫിനിഷ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഈ ഡിസൈൻ തിരിച്ചു കൊണ്ടുവരണം. അതായത് അപ്പോൾ നമ്മൾ ബാക്കും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. കണ്ട, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മാത്രമേ ഓപ്ഷനുള്ളൂ. അപ്പോൾ അത് ഇവിടെ കുത്തി ഇറക്കി കണ്ട, അതപ്പോൾ ഇവിടെ വന്നില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാത്ത ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് പോവാം തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും, ഈ സൈഡും ആ സൈഡ് അപ്പുറത്തെ സൈഡും നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഇനി ഇതിവിടെയാണ് കുത്തേണ്ട. കണ്ട, ഈ ഗ്യാപ്പിൽ ഇപ്പോൾ ഇവിടെയാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും മറിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്തെടുത്തു നമ്മൾ. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ട് അടുത്തതിൽ കുത്തിയെടുക്കാം. അതൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കി ഫില്ല് ചെയ്തെടുക്കും. കാരണം ഈ സൈഡും ആ സൈഡും
ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇനി അടുത്തത് ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട് ഈ ഡിസൈനിൽ, അതും നമുക്കിതുപോലെ ഫുൾ ഫില്ല് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. ഗ്യാപ്പ് ഇട്ട് ഒന്നിടവിട്ടിട്ട് വേണം അത്. ഇവിടെ വരെ ഫിനിഷ് ആയി. ഇനി നമ്മൾ തിരിച്ച് മെയിൻ ഡിസൈനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഇവിടെ നമുക്കിനി കുത്തണമെങ്കിൽ ഇതേ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം തിരിച്ചു നോക്കുക എവിടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ കണ്ട കറക്റ്റ് ഈ പൊസിഷനിൽ വന്നില്ലേ. ഇനി ഇവിടെ നമുക്കത് ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ നോക്കുമ്പോൾ ആ ഡിസൈൻ അത് ഫിനിഷ് ചെയ്യാം. ഈ ഒരു പൊസിഷനിലേക്കാണ് അത് തിരിച്ചു വരുന്നത്. ഒന്നിടവിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് അത് പൊസിഷൻ ആയിക്കോളും. ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് സർക്കിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ കുത്തി ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇങ്ങോട്ട് പോകാനുള്ള ഓപ്ഷനാണ് ഉണ്ടോ. അപ്പം അത് കുത്തി ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. ഇനി താഴെ നോക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ലാസ്റ്റ് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിവിടെ വന്നാൽ കണ്ടോ, ഇപ്പോൾ അത് ഫിനിഷ്ഡായില്ലേ. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും കണ്ട ലാസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഫ്രണ്ടിലുള്ള സെയിം ഡിസൈൻ തന്നെ ബാക്കിലും വരും. ഇനി ഇവിടെയാണ് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇനി ഇവിടെ കുത്തണ്ടേന്ന്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് പോകാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരെണ്ണം ഇടവിട്ട് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ഡിസൈൻ ഇവിടെ തീർന്നു. നമ്മൾ തിരിച്ച് ഡിസൈനിൽ തിരിച്ച് വരണം. കണ്ടോ, ഇനി അടുത്തത് ഇവിടെയാണ് കുത്തേണ്ടി വരിക. അപ്പോൾ ആ ഡിസൈൻ ഫില്ല് ചെയ്യും. ഇനി ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കുക, അടുത്തത് 2 ഓപ്ഷൻ ഉണ്ട്. എവിടേക്ക് വേണമെങ്കിലും നമുക്ക് കുത്തിവെക്കാം. ഇനി ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാത്ത ഗ്യാപ്പിലേക്ക് വന്നു ഇവിടെ. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ കണ്ട ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ടോ. ഇനി അത് ഇവിടെ കുത്തി വെക്കാം.
കണ്ടോ ഇവിടെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയില്ലേ. ഇത് ഫ്രണ്ട് കംപ്ലീറ്റ് ആവുന്ന പോലെ തന്നെ ബാക്കും കംപ്ലീറ്റ് ആയിട്ട് വരും. കണ്ടോ ഇവിടെ അത് ഫില്ലാവും. കണ്ടോ ഈ ഡിസൈൻ ഫില്ലായി. ഇനി നമ്മൾ അടുത്ത ഡിസൈനിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ട്രഡീഷണൽ എംബ്രോയിഡറിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോൺട്രാസ്റ്റ് കളറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കും. കണ്ടത് ഒരു സർക്കിളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്.